വിശ്വാസക്കടലായി മാറിയ പ്രദക്ഷിണത്തോടെ പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് ഭക്തിനിർഭരമായ സമാപ്തി. 150-ാം തിരുനാളിന്റെ ഭാഗമായുള്ള സമാനതകളില്ലാത്ത പ്രദക്ഷിണം പാവർട്ടിയുടെ വീഥികളെ പ്രാർത്ഥനാമയമാക്കി. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടന്ന ആഘോഷമായ പാട്ടുകുർബാനയോടെയാണ് സമാപന ചടങ്ങുകൾക്ക് തുടക്കമായത്. ഫാദർ ജിഫി മേക്കാട്ടുകുളത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ബലിയർപ്പണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ബലിയർപ്പണത്തെ തുടർന്ന് നാടിന് ഭക്തിയുടെ പുളകം ചാർത്തിക്കൊണ്ട് മഹാപ്രദക്ഷിണം ആരംഭിച്ചു. തീർത്ഥകേന്ദ്രത്തിന്റെ 150-ാം വാർഷികത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലായിരുന്നു പ്രദക്ഷിണത്തിന്റെ ക്രമീകരണം. സ്വർണ്ണ കുരിശുകൾ വിശ്വാസത്തിന്റെ തിളക്കമായി. പട്ടുകുടകളും പേപ്പൽ കുടകളും വർണ്ണശോഭയോടെ പ്രദക്ഷിണത്തിന് രാജകീയ പ്രൗഢി നൽകി. ലില്ലിപ്പൂക്കൾ വിശുദ്ധ യൗസേപിതാവിന്റെ വിശുദ്ധിയുടെ പ്രതീകമായി. പ്രദക്ഷിണവീഥിയിലുടനീളം ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പുഷ്പവൃഷ്ടി 150-ാം വാർഷികാഘോഷത്തെ ആധുനികതയും ഭക്തിയും ചേർന്ന മനോഹരമായ അനുഭവമാക്കി മാറ്റി. പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം കോൺവെന്റ് റോഡിലൂടെ നീങ്ങി പാവർട്ടി സെന്റർ ചുറ്റി പള്ളി നടയിലൂടെ തിരികെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. പ്രദക്ഷിണ വീതിയിലുടനീളം വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം അണിനിരന്നു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ OT ജോസഫ് ലിയോ, KM ജോസൻ, ജെയ്സൺ വടക്കൂട്ട്, KJ ബാബു എന്നിവർ ആഘോഷങ്ങളുടെ വിജയകരമായ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചു. 150 വർഷത്തെ വിശ്വാസ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന പാവർട്ടി തീർത്ഥകേന്ദ്രത്തിന് ഈ ജൂബിലി തിരുനാൾ ഒരു പുത്തൻ അധ്യായമായി മാറി. പ്രാർത്ഥനയും ആഘോഷവും ഒരുപോലെ സമന്വയിപ്പിച്ച തിരുനാൾ ആഘോഷം പാവർട്ടിയുടെ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ കുറിക്കപ്പെടും.